നമ്മുടെ ആപ്തവാക്യം തന്നെ അതിഥി ദേവോ ഭവ എന്നാണ്. കാരണം എല്ലാവരും വരുന്നവരെല്ലാവരും അതിഥികളാണ്. സെപ്റ്റംബർ 18 ബുധനാഴ്ച വൈകുന്നേരം ഉദ്ദേശം 8 മണിയോടുകൂടി വടംവലി ആരംഭിക്കും. ഇതിൻ്റെ ഒന്നാം സമ്മാനത്തിൻ്റെ ട്രോഫി ഇതിൻ്റെ പണിപ്പുരയിലാണ്. അത് 6 അടിയോളം നീളമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരമുണ്ട്. ഇവിടെ വന്നൊരു ചരിത്ര മാമാങ്കം നടക്കുന്ന കേട്ടു. എന്താ സംഭവം? എന്താ ഇവിടെ? നമ്മുടെ ചല്ലിമുഖയെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ഓണാഘോഷമാണ്. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ചല്ലിമുഖ പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ജംഗ്ഷനിൽ ഒരു ഓണ സീസണിൽ മൂന്ന് ഓണാഘോഷം നടന്നിട്ടുള്ള സ്ഥലമാണ്. അതായത് പാർട്ടി ബേസിൽ 3 പാർട്ടിക്കാരും BJP, CPM, കോൺഗ്രസ് അങ്ങനെ മൂന്നായിട്ടും അങ്ങനെ നടത്തിക്കൊണ്ടുവന്ന സ്ഥലമാണ്. ആരും തമ്മിൽ കണ്ടാൽ മിണ്ടില്ല. രാഷ്ട്രീയപരമായിട്ട് വലിയ ചേർതിരിവ്, പുതിയ ജനറേഷനും ആയിട്ട് എല്ലാവരും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അങ്ങനെ ആണ് ചല്ലിമുഖിൽ. അത് നിരന്തരം പോലീസ് വണ്ടികൾ, നിരന്തരം സംഘർഷങ്ങൾ അതുപോലെ നടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് നമ്മൾ മുതിർന്ന കുറച്ച് പേര് കൂടിയിരുന്നിട്ട് നമ്മുടെ നാട് അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഐക്യത്തോടുകൂടി പോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ടൊരു ഓണാഘോഷം. അങ്ങനെ 3 വർഷം മുമ്പേ നമ്മളൊരു ഓണാഘോഷം നടത്തി. അപ്പം ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, നമ്മളിവിടുത്തെ കുട്ടികളുടെ ഭാഗത്തുനിന്ന്, അമ്മമാരുടെ ഭാഗത്തുനിന്ന്, സഹോദരിമാരുടെ ഭാഗത്തുനിന്ന്, എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു സപ്പോർട്ട്. അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാര്യം അതുവരെ മിണ്ടാത്തവർ തമ്മിൽ മിണ്ടുന്നു, അതുവരെ കണ്ടാൽ തിരിഞ്ഞ് നടന്നവർ തമ്മിൽ നോക്കി ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു. അങ്ങനെ ഒരു ഓണാഘോഷം 3 വർഷം മുമ്പേ നടന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായിട്ട് ഈ സ്പോൺസർമാർ ഞങ്ങളെ സമീപിക്കാൻ തുടങ്ങി. അടുത്ത വർഷം നമുക്ക് അങ്ങനെ പോരാ, വലിയ പരിപാടി നടത്തണമെന്നുണ്ട്, സ്പോൺസർമാർ നമ്മളെ കാണുവാനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള തുടങ്ങി. അത് കഴിഞ്ഞ വർഷം. ഇത്തവണ ആയപ്പോഴത്തേക്ക് സ്പോൺസർമാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും നമ്മൾ അങ്ങോട്ട് സമീപിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ തോന്നുന്നത്. ഇന്ന് തന്നെ നമ്മൾ പല ബിസിനസ്സുകാരെയും കാണാൻ പോയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മാതിരി ഒരു സ്വീകരണം. അപ്പോൾ ഈ ബാക്കിയുള്ള നമ്മുടെ ചല്ലിമുക്ക് വിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രവാസികൾക്ക് അവരുടേതായൊരു ദിവസമുണ്ട്, അവർക്ക് നാട്ടിൽ ഒന്നിച്ചു കൂടാൻ. നമ്മുടെ ചല്ലിമുക്കിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഒരു 3 വർഷം മുമ്പേ. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രവാസി ചല്ലിമുക്കിലുള്ള 90% പ്രവാസികളും അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഈ ഓണം കൂടാനായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ നമുക്ക് ഓവർസീസ് രാജ്യങ്ങളിൽ നമുക്ക് ഒമാൻ, ദുബായ്, ഖത്തർ, സൗദി ഉള്ള രാജ്യങ്ങളിൽ ചല്ലിമുക്ക് പൗരാവലിക്ക് ഓവർസീസ് കമ്മിറ്റി, അതുപോലെ തന്നെ അമേരിക്ക, കാനഡ, ഈ 2 രാജ്യങ്ങളിലും നമുക്ക് ഓവർസീസ് കമ്മിറ്റി, അവിടെ ഓരോ ചെയർമാൻമാരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഹകരണം ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാവരും, ഉദാഹരണത്തിന് അമേരിക്കയും അതുപോലെ തന്നെ ഈ എമിറേറ്റ്സ് ഉൾപ്പെടെ, ദുബായ് ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും പൂർണ്ണമായിട്ടും ചല്ലിമുക്കുള്ള എല്ലാവരും ഈ ഓണം കാണാൻ വേണ്ടി നാട്ടിൽ വരുന്ന, ഈ നിൽക്കുന്നതിൽ കൂടുതൽ പേരും പ്രവാസികളാണ്. ഇത് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാണ് ഈ ഓണം കൂടാൻ വേണ്ടി മാത്രം. ഇവിടെ പോയിട്ട് 3 മാസമേ ആയുള്ളൂ. അതുപോലെ തന്നെ അരുണാണ് ദുബായ് ഓവർസീസ് കമ്മിറ്റി ചെയർമാൻ. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഈ വർഷം നമ്മൾ 33,333 രൂപയും എവറോളിയൻ ട്രോഫിയുമാണ്. 2ാം സമ്മാനം 22,222 രൂപയും എവറോളിയൻ ട്രോഫിയും. 3ാം സമ്മാനം 11,115 രൂപ എവറോളിയൻ ട്രോഫി. പിന്നെ 7,777 രൂപ എവറോളിയൻ ട്രോഫി. പിന്നെ 5 മുതൽ 16 വരുന്ന എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനം. നമ്മൾ ഈ പരിപാടിയോട് അനുബന്ധിച്ച് നിരവധി സ്പോൺസർമാർ രംഗത്ത് വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്നും 2 ടീം, ഇപ്പം നമ്മൾ ചാമ്പ്യൻസ് ടീം എന്ന് പറയുന്നത് കൂടുതലും കാസർഗോഡാണ്. കാസർഗോഡ് നിന്നും കൊസാമ്പി, ബത്തൂർപ്പാറ, ലയൺസ് പെരിയ പോലുള്ള നമ്മളെ ഹെർക്കുലീസ്, വെമ്പായം, ചെറുപുഷ്പം, വെള്ളറട ഇതുപോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ടീമുകൾ ആണ് ചല്ലിമുക്കിൽ ഈ 18-ാം തീയതി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചല്ലിമുക്കിൻ്റെ ദേശീയ ഉത്സവം തന്നെയാണ് ഈ വടംവലി മാമാങ്കം. നമുക്ക് അടുത്ത നമ്മുടെ ഇതിൻ്റെ സംഘടന ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ചല്ലിമുക്കിനെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ചല്ലിമുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റെക്കോർഡ് ഓണ പരിപാടികൾ നടത്തിയൊരു സ്ഥലമാണ് ഈ ചല്ലിമുക്ക്. പക്ഷേ ഇന്ന് അതെല്ലാം മാറി മത, വർഗ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച ഒരു ഉത്സവ പ്രതീതിയിലാണ് നമ്മളിത് കൊണ്ടാടുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ജാതി, മത ഒരു വ്യത്യാസമൊന്നുമില്ല, കക്ഷി രാഷ്ട്രീയങ്ങളില്ല, തമ്മിലടിച്ചുള്ള ഒരു പിന്നെ ആട്ടിന് ചെന്നയും കൂടെയുള്ള തമ്മിലടി അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചുള്ള നമ്മുടെ ജനങ്ങളും ഒപ്പം തന്നെ നമ്മൾ ചെല്ലുന്നവരെല്ലാം നമ്മളെ ഹാർദവമായി സ്വീകരിച്ചാണ് പരിപാടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാവരും തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ സ്പോൺസറിങ്ങിന് ആളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വയനാട് ദുരന്തവുമായി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് ഇങ്ങനെ പോട്ടെ, അടുത്ത വർഷം നമുക്ക് ആവട്ടെ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ ആ പ്രവർത്തനവും അതിലെ വിജയവും
കാരണം ഇപ്പം തന്നെ ചെയർമാൻ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും സ്പോൺസർമാരായിട്ടുണ്ട്. വലിയ വലിയ ടീമുകൾ. ഇനി കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇനിയിപ്പം 2 ദിവസത്തിനകം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ടീമുകൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. പേര് അരുണെന്നാണ്, ഇവിടെ തന്നെ വീട്. അപ്പോൾ ചല്ലൂക്ക് പൗരാവലി രൂപീകരിച്ച് ഒരു 3 വർഷമായി. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോടുകൂടി ദുബായിലും അത് സംബന്ധിച്ച് സൗദി അറേബ്യയിൽ, കുവൈറ്റിൽ, അങ്ങനെ 3 സ്ഥലത്തായിട്ട് UK ആയിട്ടുണ്ട്. 3 സ്ഥലത്തായിട്ട് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള പൂർണ്ണ സപ്പോർട്ട് ഉണ്ട്. ഇനിയും അവിടെ നിന്ന് ഒരുപാട് പേര് നാളെ വരുന്നതായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ പിന്നെ കൂടുതൽ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ 2 പഞ്ചായത്തിലും വരുന്നുണ്ട്, തിരുവനന്തപുരം കൊല്ലം ജില്ല. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള നല്ലൊരു പങ്കായി മുന്നോട്ട് നടക്കുന്നത്. ഞാൻ ഇന്നലെ എത്തിയായിരുന്നു. പിന്നെ പേര് റജ. അപ്പോൾ ഇന്നലെ പൗരാവലിയുമായി നമ്മുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവാസികളായ നമുക്ക് വളരെ സന്തോഷമാണ്. എല്ലാ വർഷവും പങ്കെടുത്ത് ഞാനിപ്പോൾ പോയിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒരു ഒത്തൊരുമ, അതായത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഇവിടെ എന്നും അടിയും വെട്ടും കുത്തുമൊക്കെ നടന്നൊരു സ്ഥലമാണ് 2-3 വർഷത്തിന് മുമ്പ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, എല്ലാവരും ഭയങ്കര സഹകരണവും, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും. അതായത് അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഏതൊരാവശ്യം വന്നാലും ഈ പൗരാവലിയിലെ പിള്ളേരുണ്ട് ഇഷ്ടം പോലെ. 100-250 അംഗങ്ങളുണ്ട് പിള്ളേർ. പിന്നെ നാട്ടുകാർ, പ്രായമായവർ, എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. റോഡിലിറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാര്യം എല്ലാവരും തമ്മിൽ അത്ര അടുപ്പമായി. ഇപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ തന്നെ ഇപ്പോൾ ഒരു ഓണാഘോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീടുകളിൽ പോകുന്നു, നമ്മളെ ക്ഷണിക്കുന്നു. പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ. അപ്പോൾ ഈ 3 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഈ ഒരു പരിപാടി ഈ ചല്ലുമുക്കിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. എല്ലാവരും അത്ര ഏറെ സഹകരണം. 14 ജില്ലകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് 14 ജില്ലകളിൽ ചർച്ചയാവാൻ തുടങ്ങി. കാര്യം നമ്മളെ പ്രൊമോയും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ചല്ലുമുക്ക് എന്ന സ്ഥലം എന്താണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെ ചേർന്ന് സൗദിയിൽ നമ്മൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. എൻ്റെ പേര് അജിത്ത്. ഞാൻ ചെല്ലുമുക്കിൻ്റെ സ്വന്തം ആൾ തന്നെ. ഈ പരിപാടിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ഒത്തൊരുമ തന്നെയാണ് ഈ ആഘോഷത്തിലൂടെ വിളിച്ചു പറയുന്നത്. പിന്നെ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ തന്നെ 2 വർഷം കൊണ്ട് തെക്കൻ കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ വടംവലി മത്സരമായി ഇത് മാറിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ നമ്മളത് ആക്കാനുള്ള പരിശ്രമത്തിലാണ്. എൻ്റെ പേര് സജീവ് ചല്ലുമുക്ക് എന്നാണ്. ഞാൻ ഈ പൗരാവലിയുടെ ചെയർമാനാണ്. ഈ വരുന്ന സെപ്റ്റംബർ 18 ബുധനാഴ്ച വൈകുന്നേരം ഉദ്ദേശം 8 മണിയോടുകൂടി വടംവലി ആരംഭിക്കും. ബഹുമാനപ്പെട്ട റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥൻ N. വിജയകുമാർ സാറാണ് ഉദ്ഘാടനം. ഇത്തവണ ഓണം കൂടാൻ എല്ലാവരും ചല്ലുമുക്കിൽ വരണം. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പറയുന്ന പോലെ നമ്മുടെ ആപ്തവാക്യം തന്നെ അതിഥി ദേവോ ഭവ എന്നാണ്. കാരണം എല്ലാവരും വരുന്നവരെല്ലാവരും നമ്മുടെ അതിഥികളാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓരോ പരിപാടികൾ കാണാൻ പോകുമ്പോഴത്തേക്ക് ഉത്സവമായാലും ഏതായാലും അവിടെ ചെന്നിട്ട് ഒരു അന്യനെ കണക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ പരിപാടി കാണാൻ വന്നവർക്കറിയാം, ഈ വരുന്നവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന. നിങ്ങളെല്ലാവരെയും നമ്മുടെ പരിപാടി കാണാൻ വരുന്നവരെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ക്ഷണിച്ചിട്ട് ഒരു അതിഥി എങ്ങനെയാണോ നമ്മുടെ കുടുംബത്തിൽ വരുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ പരിപാടി കാണുവാൻ വരുന്ന എല്ലാവരെയും ചല്ലുമുക്കുകാർ സ്വീകരിക്കുക. അതുകൊണ്ട് എല്ലാ കേരളക്കരയിലെ എന്നല്ല, നമ്മുടെ ഈ ന്യൂസ് കാണുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഭവനങ്ങളിൽ ക്ഷണിക്കുന്നതുമായി നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഒരു പരിപാടി കണ്ടു പോകുന്നത് പോലെ പോകാം. അല്ലാതെ നമ്മുടെ അമ്മമാരെയും കൂടെ വരുമ്പോൾ നമ്മുടെ അമ്മമാരെയും കുട്ടികളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരണം. ഒരു ഉത്സവപ്പറമ്പുകളിലും നടക്കുന്നതുമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ കാണുന്ന ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടോ അത് ചല്ലുമുക്കിൽ ഉണ്ടാകില്ല. നമ്മുടെ ഒരു വീട്ടിൽ വന്ന് സന്തോഷത്തോടെ പോകുന്നവർക്ക് പോകാം. അതുകൊണ്ട് ഈ വരുന്ന സെപ്റ്റംബർ 18 വൈകുന്നേരം 8 മണിയോടുകൂടി ഇവിടെ ആരംഭിക്കും. എല്ലാവരും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് രഞ്ജു വി രാജു എന്നാണ്, സ്ഥലം ചല്ലുമുക്ക്. ഞാൻ ഈ ഓണാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. എനിക്കിപ്പോൾ നമ്മൾ എല്ലാവരും ഇതിൻ്റെ സംഘാടകർ മാത്രമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ളതെല്ലാം ഇതിൻ്റെ സ്പോൺസർമാരാണ്. വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള ജോലി നോക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സ്പോൺസർമാർ ചേട്ടന്മാരെല്ലാം സമീപിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും നമുക്ക് 1ാം സമ്മാനം തരുന്ന ഗോപിനാഥൻ നായർ അവരുടെയും മകൻ ഉദയമാമനൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചല്ലുമുക്കിനെ വടംവലിയിൽ 1ാമതായി അറിയപ്പെടണം, ചല്ലുമുക്കിനെ വടംവലിയുടെ പേരിൽ അറിയപ്പെടണം എന്നൊരൊറ്റ വാക്കാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. വരും കാലങ്ങളിൽ ചല്ലുമുക്കിനെ വടംവലിയിൽ അറിയപ്പെടണം.
ഇത് നമ്മളെ കുടുംബമാണ് ഇതെല്ലാം. ആ കുടുംബത്തിൻ്റെ ഒരു മഹനീയമായ ഒരു ഓണാഘോഷം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വരും വർഷങ്ങളിൽ ഇതൊരു വൻ വിജയമാവട്ടെ. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ്. ഈ മാതൃക വരും തലമുറകൾ പിന്തുടരട്ടെ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വേലിക്ക് ഇലക്ഷൻ വരുമ്പോൾ മാത്രമുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു സഹോദരങ്ങളാണ്. അപ്പം നമ്മുടെ അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒപ്പം തന്നെ എല്ലാവർക്കും കാണുവാനുള്ള ഒരു സുവർണാവസരമാണ്. ഏതായാലും ഞങ്ങളും കാണും നിങ്ങളോടൊപ്പം. ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാം. ക്യാമറാമാൻ രാജേഷ് മധുരയ്ക്കൊപ്പം ജോഷി മഴവിൽ, MTV ന്യൂസ്, മടത്തറ. ഈ ഓണം ചല്ലിമുക്കിനൊപ്പം.